ആഗോള അയ്യപ്പ സംഗമത്തിലെ സർക്കാർ അനുകൂല നിലപാടിൽ NSSൽ ഭിന്നത രൂക്ഷമാണ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടേത് ഏകാധിപത്യ രീതിയാണെന്ന് തിരുവാർപ്പ് കരയോഗം സെക്രട്ടറി രഘുനാഥൻ നായർ വിമർശിച്ചു. ഏകപക്ഷീയമായ നിലപാടാണ് ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത്. താഴേക്കിടയിലെ അംഗങ്ങൾക്ക് നിലപാടിൽ തൃപ്തിയില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നിലപാടാണെന്ന് വിശ്വസിക്കുകയാണെന്നും രഘുനാഥൻ നായർ പ്രതികരിച്ചു. മറന്നുകൊണ്ട് പൊടുന്നനെ ആലോചിക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം അദ്ദേഹം എടുത്താണെന്നുള്ള എൻ്റെ അറിവ്. പക്ഷെ അത് ഒട്ടും NSSനെ സംബന്ധിച്ചിടത്തോളം താഴെ ഉള്ള സമുദായ അംഗങ്ങൾക്ക് അത് തൃപ്തിയല്ല. ഇപ്പം തിരുവാർപ്പ് 1585 നമ്പറിലെ തന്നെ അംഗങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ NSSൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു അഭിപ്രായം മാനിക്കുകയോ അല്ലെ അത് ആരായുകയോ ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു. അഖിൽ കെ വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവാർപ്പ് കരയോഗം സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. താഴേക്കിടയിലേക്ക് ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറി പറയുന്നു തന്റെ നിലപാടാണ് NSSന്റെ നിലപാട്, അതിൽ മാറ്റമില്ല, ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണ് എന്ന രൂപത്തിലാണോ ഇപ്പോൾ തിരുവാർപ്പ് കരയോഗത്തിൽ നിന്നും പ്രതികരണം വരുന്നത്? ഇത് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള പ്രതികരണമാണോ അതോ കരയോഗത്തിന്റെ ആകെയുള്ള നിലപാടാണോ? സ്മൃതി, നിലവിൽ ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എപ്പോഴും അദ്ദേഹം ഈ അദ്ദേഹത്തോട് കരയോഗത്തിലെ പലരും പരസ്യമായില്ലെങ്കിൽ പോലും രഹസ്യമായെങ്കിലും തന്നോട് ഭൂരിഭാഗം ആളുകളും ഇതിലൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഇതൊരു പ്രമേയമായി അവതരിപ്പിക്കണമെങ്കിൽ യോഗം തീരുമാനിക്കണം. അപ്പോൾ അടുത്ത യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കൂടുതൽ ഒരുപക്ഷെ മറ്റാരുടെയും അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. 85 കുടുംബങ്ങളുള്ള ഒരു കരയോഗമാണ് തിരുവാർപ്പ് കരയോഗം എന്ന് പറയുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകൾക്കും വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ആ കരയോഗത്തിൻ്റെ സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഏകാധിപത്യമായ അല്ലെങ്കിൽ അതൊരു ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നൊരു അഭിപ്രായമാണുള്ളത്. അതായത് കരയോഗ അംഗങ്ങൾ ഈ കാര്യം അറിയിക്കണമായിരുന്നു. ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമത്തിലൊരു പ്രതിനിധി അയക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു സർക്കുലർ കരയോഗത്തിലേക്ക് അയച്ച് ഇത്തരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് കരയോഗങ്ങൾ അംഗങ്ങൾ അറിയിക്കാനുള്ള മര്യാദയെങ്കിലും അല്ലെങ്കിൽ അതെങ്കിലും ആ ഒരു കാര്യമെങ്കിലും കരയോഗം സെക്രട്ടറി കാണിക്കണമായിരുന്ന ഒരു വിമർശനമാണ് ഇവർ ഉയർത്തുകയും ചെയ്യുന്നത്. ഇത് കോട്ടയത്ത് ഇതൊരു പരസ്യമായി വരുന്ന കരയോഗങ്ങൾ നേതൃത്വത്തിൽ നിന്ന് രണ്ടാമത്തെ വ്യക്തിയുടെ പരസ്യമായ പ്രതികരണമാണ് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ഈ വിഷയങ്ങളിൽ പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാമെന്നൊരു നിലപാട് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിക്കുള്ളത്. കാരണം 300 പ്രതിനിധി അംഗങ്ങൾ വരുന്ന 300 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി യോഗം പൂർണ്ണമായ പിന്തുണ, അതിൽ കോൺഗ്രസ് നേതാക്കളടക്കമുള്ള അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകരായിട്ടടക്കം വരുന്ന ആളുകളടക്കമുള്ളവരാണ്. അത്തരത്തിൽ 300 അംഗ പ്രതിനിധി സംഘം പൂർണ്ണമായ പിന്തുണ ജനറൽ സെക്രട്ടറി നൽകി എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ മറ്റ് പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട പ്രതിഷേധമായി തന്നെയാണ് NSS നേതൃത്വം കാണുകയും ചെയ്യുന്നത്. സ്മൃതി. ശരി, അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്.